നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശുദ്ധവാരം ആരംഭിച്ചതോടെ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് ഇക്കുറിയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടൽ കാഴ്ചയ്ക്കായി എത്തിയവർക്ക് നവ്യാനുഭവം സമ്മാനിച്ച് ബീച്ച് സുംബ അരങ്ങേറി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ബീച്ച് സുംബ. കുന്നകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് 7 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കൂടി ലഭിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിശുദ്ധവാരം ആരംഭിച്ചതോടെ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ വൻ തിരക്ക്. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് ഇക്കുറിയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. 50 നോമ്പ് ആരംഭം മുതൽ നൂറുകണക്കിന് തീർത്ഥാടകരാണ് മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് നിത്യവും എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ശുദ്ധജലവും വെളിച്ചവും കുരിശുമുടിയിലും മലമുകളിലേക്കുള്ള പാതയിലും അടിവാരത്തും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അടിവാരത്ത് മാർത്തോമാശ്രീയുടെ രൂപത്തിന് സമീപവും 1-ാം സ്ഥലത്തിനടുത്തും മലമുകളിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സാന്നിധ്യത്തിൽ മെഡിക്കൽ സെന്ററുകളും പ്രവർത്തനം ആരംഭിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും സെക്യൂരിറ്റി സ്റ്റാഫുകളും വോളണ്ടറിമാരും ഭാരത് സ്കൗട്ടിന്റെ 30 അംഗ സന്നദ്ധ സേനയും പ്രവർത്തനം സജ്ജമാണ്. ഗ്രീൻ പ്രോട്ടോകോൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള സംവിധാനവും 200ഓളം CCTV ക്യാമറകളും സ്ഥാപിച്ചതായി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് പറഞ്ഞു. വാഹന ഗതാഗതത്തിൻ്റെ തലത്തിലായാലും കുടിവെള്ളം, ഭക്ഷണം, അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലനം, തിരുക്കർമ്മങ്ങൾ, ഈ എല്ലാ മേഖലകളിലും ശക്തമായ സർക്കാരിൻ്റെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി വളരെ നല്ല ഒരു തീർത്ഥാടനം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ രീതിയിൽ ഘടകങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ പലരും ഫോണിൽ വിളിച്ച് ചോദിക്കുകയുണ്ടായി, രാത്രിയിൽ മല കയറാനായിട്ട് സൗകര്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും മെയ് 10-ാം തീയതി വരെ രാത്രിയിൽ സുഗമമായ രീതിയിൽ മല കയറി ഇറങ്ങുവാനായിട്ടുള്ള വൈദ്യുതി വിളക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. യാത്രാമധ്യേ മല കയറുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ കൊടുക്കുവാൻ, ചികിത്സ കൊടുക്കുവാനായിട്ടുള്ള ആംബുലൻസ്, സെക്യൂരിറ്റികൾ, പോലീസ് ഫോഴ്സിൻ്റെയും മറ്റെല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണങ്ങൾ ഈ മേഖലയിൽ സുഗമമായ രീതിയിൽ തീർത്ഥാടനം നടത്തുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ശ്രമിക്കുകയും പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങൾ അതിനുള്ള പ്രത്യേകമായ ശ്രദ്ധയും അടിവാരത്തായാലും അതോടൊപ്പം തന്നെ താഴത്തെ പള്ളിയുടെ സമീപത്തും മല കയറുമ്പോഴും മല കയറുന്നതിനിടയിലും മലമുകളിലുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരെ യാതൊരുവിധ ഭയാശങ്കം കൂടാതെ തീർത്ഥാടനം നടത്തി പോകാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കടൽ കാഴ്ചയ്ക്കായി എത്തിയവർക്ക് നവ്യാനുഭവം സമ്മാനിച്ച് ബീച്ച് സുംബ അരങ്ങേറി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ബീച്ച് സുംബ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ സംരക്ഷണം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ബീച്ച് സുംബ സംഘടിപ്പിച്ചത്. പൊണ്ണത്തടിയും അമിത ശരീരഭാരവും നമ്മുടെ ഫിറ്റ്നസ് സങ്കല്പങ്ങൾക്കും സൗന്ദര്യ സങ്കല്പങ്ങൾക്കും വിലങ്ങതിരയായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നൃത്തം ചെയ്ത് തടി കുറയ്ക്കുന്ന സുംബയ്ക്ക് നഗരങ്ങളിൽ മാത്രമല്ല നാട്ടിൻപുറത്തും ഇപ്പോൾ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടുകൂടി ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ ഇടപ്പള്ളി, പറവൂർ, കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകൾ സംയുക്തമായാണ് സുംബ ഒരുക്കിയത്. ഡ്രീംസ് ഹെൽത്ത് ക്ലിനിക്കിന്റെ ഡയറക്ടർ ഡോക്ടർ സുധീർ ഷാ കരീം ബീച്ച് സുംബയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഹെൽത്ത് കെയറിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡ്രീംസ് നിലവിൽ വന്നത്. ഡ്രീംസ് നോർത്ത് പറവൂരിൽ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 8 വർഷം കഴിയുന്നു. അതിനുശേഷം കൊടുങ്ങല്ലൂരും എടപ്പള്ളിയിലും നമ്മൾ ബ്രാഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ സൂംബ, എയറോബിക്സ്, യോഗ എന്നിവ ചെയ്ത് ലേഡീസിൻ്റെ ഹെൽത്ത് കെയറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഡ്രീംസിന്റെ 2024 വുമൻസ് എംപവർമെന്റ് അവാർഡ് നേടിയ കളമശ്ശേരി സ്വദേശിനിയും ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് വിദ്യാർത്ഥിനിയുമായ ലക്ഷ്മി അനിൽകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. നമ്മൾ ഒരിക്കലും തടയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എൻ്റെ റോൾ മോഡൽ MA
കാണുന്നത്. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയുമാണ് ഞാൻ റോൾ മോഡലായി കാണുന്നത്. അവരെൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയ സപ്പോർട്ടും ഒരു മുന്നേറ്റവും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഡ്രീംസ് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ചീഫ് ട്രെയിനർ ജയശ്രീക്ക് സമ്മാനിച്ചു. സൊസൈറ്റിക്ക് 7 ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൂടി ലഭിച്ചു. ബാംഗ്ലൂരിലെ ഹോളി ക്രോസ് കോൺവെന്റിലെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഷൈനിയും സിസ്റ്റർ ലിറ്റയും ചേർന്നാണ് നൽകിയത്. കുന്നുകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജി വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് തറയിലും പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബുവും ചേർന്ന് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് KM കരീമിന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറി. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് KM കരീം, വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ജബ്ബാർ, അനിൽ ജി, റോജി ഫ്രാൻസിസ്, സെബി തോമസ്, KT കൃഷ്ണൻ, സോണി കോട്ടയ്ക്കൽ, താഹിർ, വർഗീസ്, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ദിവസം നമ്മളൊരു സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ ആ സിസ്റ്റർക്ക് സാധിക്കുന്ന രീതിയിൽ സഹായിക്കാം എന്നൊരു വാക്കന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അവരുടെ സഭയോട് മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, മറ്റൊരു സംഘടന അവർക്ക് ഇങ്ങനെ ഒരു കോൺസെൻട്രേറ്റർ കിട്ടാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അപ്പം തന്നെ ആ നിമിഷം തന്നെ എന്നെ വിളിച്ചു. മെമ്പർ ഇങ്ങനെ സാധനം നമുക്ക് കിട്ടാന്ന് വെച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഓക്കെ ഞങ്ങളത് ഏറ്റേക്കാണ്, ഞാനത് എടുത്തോളാം. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ, അത് എൻ്റെ വീട്ടിൽ ഇതുപോലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചു, അവന്റെ ഉറപ്പിലാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. കാരണം ഇവിടെ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണെന്നുള്ളത് എനിക്കറിയാം. ഇത് ഇത്രയും സാധനം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിക്കുക എന്നുള്ളത് ആരും അത് ഏറ്റെടുക്കുന്ന കാര്യമില്ല എന്നുള്ള ഇത് എനിക്ക് എന്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ എന്തായാലും ആങ്ങളയുടെ ഒരു വിശ്വാസത്തിൽ ഞാനത് ഏറ്റെടുത്തു. നമുക്കിത് പ്രശ്നമാണ്, കാരണം കൊറിയർ സർവീസ് പോലും ഏറ്റെടുത്തില്ല ഇത് തരാമെന്നും പറഞ്ഞു, കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതിനകത്താണ് നമുക്കത് എത്തിച്ച് കിട്ടിയത്. ദൈവാനുഗ്രഹത്താൽ 100% ദൈവാനുഗ്രഹത്താൽ നമുക്കതിവിടെ എത്തിക്കാൻ സാധിച്ചു. അതിന് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സബർമതിയിൽ അന്ന് മുതൽ കാര്യമിക്കുകയും ശ്രമിച്ചേണ്ടും എല്ലാ പ്രവർത്തകരുമായിട്ട് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നതാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. അത് നമുക്ക് എല്ലാവരും ചോദിക്കുന്നതനുസരിച്ച് നൽകാൻ സാധിക്കാതെ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാ ഉപകരണങ്ങളും നമുക്ക് ആവശ്യക്കാർ ഒരുപാടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊന്നും ആവശ്യക്കാർ ഒരുപാടുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും നൽകാൻ സാധിക്കുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. ഇതിപ്പോൾ നമ്മുടെ സിജി മെമ്പർ വളരെ താല്പര്യം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്യാസി സഭയുമായിട്ട് ആലോചിച്ചുകൊണ്ട് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം എത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സിജി മെമ്പർ പണ്ടേ തുടങ്ങി പറയണതാണ് നമ്മളോട്. ഒരുപാട് പ്രയത്നങ്ങളിലൂടെയാണ് ഈ സാധനം നമുക്ക് ലഭിച്ചത്. അപ്പം അതിന് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആ സിജിയോടും അതുപോലെ സിജിയുടെ ആംഗ്ലയെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ പഞ്ചായത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ട് ദീപിക പത്രത്തിന്റെ പത്രപ്രവർത്തകനും കൂടി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഓരോ വാർത്തകൾ കൊടുക്കാനും എല്ലാത്തിനും സിജോ എല്ലാത്തിനും നമ്മളോടൊപ്പം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ സബർമതി നാൾക്ക് നാൾ ജനങ്ങളിലേക്ക് ഏറ്റവും നല്ല കരുത്തോടുകൂടി നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ എല്ലാ കരീമുക്കയും കൃഷ്ണൻ ചേട്ടനും അതുപോലെ ഇതിന്റെ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്ന എല്ലാവരും സജീവമായി രംഗത്തുള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മുടെ സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു കോൺഗ്രസിന്റെ തണലിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ പോലും അവർ നൽകുന്ന സേവനം അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വ്യത്യാസങ്ങളില്ലാതെ അനിവാര്യമായ ആളുകൾക്ക് നിർലോഭം സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് സമൂഹത്തിൽ ഇന്ന് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒരിക്കൽ പോലും പല കാര്യങ്ങളിൽ പലരും എത്തിനോക്കാത്ത സാഹചര്യങ്ങളിൽ സാമൂഹ്യ സേവന രംഗത്തും ആതുര സേവന രംഗത്തും ഇന്ന് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി കുന്നുകര മണ്ഡലത്തിൽ കുന്നുകര പഞ്ചായത്തിൽ നമ്പർ 1 ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ച് ഒരു രോഗിക്ക് സഹായം കൊടുക്കുമ്പോൾ അവർക്ക് പൈസ ചെലവില്ലാതെ അവർക്കത് ഉപയോഗിക്കുമ്പോൾ അവർ ജീവിതം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഹോളി ക്രോസ് സന്യാസിനി സഭയും സിജോ പൈനാടത്തും നമ്മുടെ സിജി വർഗീസ് ആയിരുന്നാലും അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടി അടിവാരത്തെ നവീകരിച്ച സെന്റ് തോമസ് പള്ളിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു.
പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കുരിശുമുടിയിലേക്കുള്ള വിശ്വാസികളുടെ യാത്ര ആരംഭിക്കുന്നത് അടിവാരത്തെ ഈ ദേവാലയ സന്ദർശനത്തോടെയാണ്. മലകയറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ പെരിയാർ തീരത്ത് വന്നിറങ്ങുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ച് വിശ്രമിച്ചു പോകുവാൻ കണ്ടെത്തിയ ഒരു ഇടമാണ് പിന്നീട് പള്ളിയായി പരിണമിച്ചത്. പെരിയാറിൽ കുളിച്ച് ശുദ്ധീകരിച്ച് ഈ പള്ളിയിൽ കയറി കുമ്പസാരം നടത്തി മല കയറുക എന്ന വിശ്വാസം ഇന്നും ഒത്തിരി പേർ പാലിച്ചു പോരുന്നു. മലയാറ്റൂർ തിരുനാളിന്റെ തീർത്ഥാടനത്തിന്റെ എല്ലാ ചൈതന്യവും നിലനിർത്തുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി സ്ഥാപിച്ച സെന്റ് തോമസ് പള്ളി എന്നാണ് കണക്കാക്കുന്നത്. നവീകരിച്ച പള്ളിയുടെ ആശീർവാദ കർമ്മം മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് നിർവഹിച്ചു. തുടർന്ന് നടന്ന ദ്വീപിലേക്ക് മൂഴിക്കുളം ഫൊറോന പള്ളി വികാരി ഫാദർ ജോൺ തൈക്കാനത്തിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്നു. നോമ്പുകാലത്തെ 40-ാം വെള്ളി ആഘോഷവും സമുചിതമായി ആചരിച്ചു. സഹവികാരി ഫാദർ നിഖിൽ മുളവരിക്കൽ, ഫാദർ ജോസ് വടക്കൻ, ഫാദർ മാത്യു പെരുമായൻ, ഫാദർ ജോർജ് മുട്ടന്തൊട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധവാരം ആരംഭിച്ചതോടെ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് ഇക്കുറിയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടൽ കാഴ്ചയ്ക്കായി എത്തിയവർക്ക് നവ്യാനുഭവം സമ്മാനിച്ച് ബീച്ച് സുംബ അരങ്ങേറി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ബീച്ച് സുംബ. കുന്നകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് 7 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കൂടി ലഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.